ക്രിസ്തുയേശുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരു ചിന്തയുണ്ടാകും, എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന്. അത് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കാലഘട്ടം മാറുന്നതനുസരിച്ച്, നമ്മുടെ പ്രായം മാറുന്നതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്ന വിഷയങ്ങൾക്കും വ്യത്യാസം വരും. അപ്പോൾ സ്വാഭാവികമായും നാം എന്തിനു പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പ്രാർത്ഥിക്കുന്നതിന് കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് ബൈബിൾ പറയുന്നുണ്ട്. പക്ഷെ അവകളെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം എന്നെനിക്കറിയില്ല. ഏതായാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അമ്മാതിരി നടന്നാൽ ആകെ പ്രയാസമുണ്ടാകും, നമ്മുടെ ലൈഫിന് തന്നെ പ്രയാസമുണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ എന്താകണമെന്നാണ് താല്പര്യമെന്ന് ചോദിച്ചാൽ അവൻ പറയും സ്കൂളിലെ ആയയാകണം എന്ന് പറയും. പിന്നീട് കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോൾ അവിടുത്തെ ടീച്ചറാകണം എന്ന് പറയും. കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോൾ പോലീസ് ആകണമെന്നും പട്ടാളമാകണമെന്നും മന്ത്രിയാകണമെന്നും ഒക്കെ അതിങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ അർത്ഥം അവൻ എന്താണ് സമൂഹത്തിൽ കാണുന്നത്, അതിൽ ഒരുവിധം കൊള്ളാമെന്നുള്ളത് എന്താണ്, അതിനെ അവന് സ്വീകരിക്കണം എന്ന് തോന്നും. അത് സ്വാഭാവികമാണ്. പിന്നീട് വളർന്നു വലുതായി കഴിയുമ്പോൾ കാശ് കൂടുതലുണ്ടാകുന്ന ഒന്നിലേക്ക് അവന്റെ കണ്ണ് പതിക്കുവാൻ തുടങ്ങും. സ്വാഭാവികമായും മനുഷ്യനിലുള്ള ആദാമ്യ വാസന വളരുന്നതനുസരിച്ച് അവന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വ്യത്യാസം വരും. ചിലരെ കണ്ടില്ലേ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് പ്രണയം കാണും, അവളെ കല്യാണം കഴിക്കണം, എനിക്ക് മറ്റൊന്നും ഞാൻ ചോദിക്കില്ല, എനിക്കിത് മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ അർത്ഥം മാറും, മറ്റൊരെണ്ണത്തിലേക്ക് കണ്ണുവെക്കാൻ തുടങ്ങും. പിന്നീട് കുറച്ചു ദിവസം കൂടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ പ്രാർത്ഥിച്ചത് തന്നെ തലയിൽ വന്ന് പെട്ടു എന്നും വന്നേക്കാം. പിന്നീടുള്ള ആയുസ്സിലെ പ്രാർത്ഥന ഇതിനെ ഒന്ന് ഒഴിവാക്കി തരാനാണ്. അപ്പോൾ ഓർത്തു നോക്കൂ, പ്രാർത്ഥിച്ചപ്പോൾ കയ്യിൽ കിട്ടി, അത് കിട്ടാതിരുന്നുവെങ്കിൽ ദൈവം എന്നോട് ക്രൂരത കാണിച്ചു എന്ന് ശിഷ്ടായുസ് മുഴുവൻ പറഞ്ഞു നടക്കുമായിരുന്നു. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് പിന്നെയും ദൈവത്തിന്റെ പുറകെ കൂടുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും, വാഹനം വാങ്ങുന്ന കാര്യമായാലും, വീട് വാങ്ങുന്ന കാര്യമായാലും, വസ്തു വാങ്ങുന്ന കാര്യമായാലും, എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ ഒരു ദിവസം പ്രാർത്ഥിക്കുന്നതല്ല പിറ്റേ ദിവസം പ്രാർത്ഥിക്കുന്നത്. വിഷയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ സ്റ്റാൻഡ് മാറുന്നതനുസരിച്ച്. ബൈബിളിൽ രണ്ടു തരം പ്രാർത്ഥനകളെ പ്രധാനമായും എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഒന്ന്, യാക്കോബ് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ ഒരു സംഭാഷണമാണ്. അതിങ്ങനെയാണ്: നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായിക കൊണ്ടൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഇവിടെ ശണ്ഠ, കലഹം, വഴക്ക്, കൊലപാതകം ഒക്കെ നടക്കുന്ന ഇതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് ചിലത് കൈക്കലാക്കാനുള്ള ആവേശം കൊണ്ടാണ്. അവകൾ മറ്റു ചിലരുടെ കയ്യിലിരിക്കുന്നത് കൊണ്ടോ മറ്റു ചിലർ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ അതിനെ നമ്മുടെ കൈക്കലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളാണ്. മാനുഷിക ശ്രമങ്ങൾ പരാജയപ്പെടുന്നതിനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കൊല ചെയ്യുന്നു, അസൂയപ്പെടുന്നു, ശണ്ഠയിടുന്നു, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുക. അപ്പൊ ഈ കൊല ചെയ്യുകയും അസൂയപ്പെടുകയും ശണ്ഠയിടുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ അസൂയപ്പെടാനേ കഴിയൂ എങ്കിൽ അസൂയപ്പെട്ടുകൊണ്ട് മിണ്ടാതിരിക്കും, ശണ്ഠയിടാൻ കഴിയുമെങ്കിൽ ശണ്ഠയിടും, കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലും, ഇതിനൊന്നും കഴിച്ചില്ലെങ്കിൽ പ്രാർത്ഥിക്കും. മനസ്സിലായോ? ഇതിനെല്ലാത്തിനും സെയിം ഇഫക്റ്റ് തന്നെയാണ്. വളരെ ശ്രദ്ധിച്ചാൽ ആംപ്ലിഫൈഡ് ബൈബിളിൽ 3-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: You do ask God for them and yet fail to receive because you ask with a wrong purpose and evil, selfish motives. Your intention to spend it in sensual pleasures. വളരെ കൃത്യമായിട്ട് പറയാണ്,
നിങ്ങളിത് ആവശ്യപ്പെടുന്നത് വിത്ത് എ റോങ് പർപ്പസ് ആൻഡ് ഈവിൾ സെൽഫിഷ് ഡിസയേഴ്സ്. അപ്പോൾ തരാൻ പറ്റില്ല. ദൈവത്തിന് ഇക്കാര്യങ്ങൾ തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അതിന് ബുദ്ധിയുള്ളവർ പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്: ദൈവഹിതം നടപ്പിലാകണം. എനിക്കിതിനോട് ആഗ്രഹമുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ഹിതം നടക്കണം. ചിലർ പ്രാർത്ഥിക്കുന്ന അങ്ങനെയല്ല, എനിക്കിത് ലഭ്യമാകണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവഹിതം അത് തന്നെയാകണം. അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ദൈവത്തിന് അത് പദ്ധതി ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ പോകുന്നതിൽ അർത്ഥമില്ല. കാരണം ദൈവം നോക്കുന്നത് നമ്മുടെ ഇന്റൻഷനാണ്. നമ്മുടെ ഇന്റൻഷൻ അത് സെൽഫിഷ് മോട്ടീവ് ആണ് എങ്കിൽ, അത് കാർണൽ ആണ് എങ്കിൽ, അത് സെൻഷ്വൽ പ്ലഷേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ദൈവത്തിന് തരാനാവില്ല. കാരണം ദൈവം നമ്മെ നിത്യതയ്ക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള കാശ് കർത്താവ് അടച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മെ ഈ നശിക്കുന്ന ലോകത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തോട് ചേർന്ന് നിൽക്കുവാനും ഇതിലെ ലൗകികവും നശിച്ചു പോകുന്നതും സ്വാർത്ഥത നിറഞ്ഞതുമായ ലക്ഷ്യങ്ങൾ കൈക്കലാക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ അവകൾക്ക് കുടപിടിച്ചു തരിക ദൈവത്തിന്റെ പദ്ധതിയല്ല എന്ന വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവറ്റകളൊക്കെ ഇത്ര വലിയ പ്രാർത്ഥനയില്ലാതെ ശരിക്കും ശ്രമം കൊണ്ട് മാത്രം സ്വായത്തമാക്കാൻ കഴിഞ്ഞ ഒരു മനുഷ്യനെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അത് ശലോമോനാണ്. ശലോമോൻ സഭാപ്രസംഗി 2-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്തെന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലം എന്നും പറഞ്ഞു. മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എന്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എന്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും ഭോഷത്വം പിടിച്ചുകൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു. ഞാൻ മഹാപ്രവർത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളും നട്ടു. വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരൂശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് യെരൂശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്ന അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിനെ നിഷേധിച്ചില്ല. എന്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. എന്റെ സകല പ്രയത്നവും നിമിത്തം എന്റെ ഹൃദയം സന്തോഷിച്ചു. എന്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇതുതന്നെ. ഞാൻ എന്റെ കൈകളുടെ സകല പ്രവർത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി. എല്ലാം മായയും വ്യർത്ഥ പ്രയത്നവും അത്രേ, സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് കണ്ടു. ശലോമോൻ ജ്ഞാനിയായിരുന്നു, അപ്പോൾ തന്നെ സമ്പന്നനായിരുന്നു. അയാൾ പറയുന്ന വർത്തമാനം ഇങ്ങനെയാണ്: എന്റെ കണ്ണിന് കണ്ടതൊന്നും ഞാൻ വിലക്കിയില്ല. അപ്പോൾ അയാൾക്ക് ഓരോ സമയത്ത് തോന്നുന്നത് അതുപോലെ ചെയ്തു. അരമനകളെ പണിതു, ഉദ്യാനങ്ങളെ പണിതു, അവകളെ നനപ്പാൻ വേണ്ടി കുളങ്ങളെ പണിതു, തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചു, ഗോൾഡ്, പേൾസ് ഒക്കെ അദ്ദേഹം ഉണ്ടാക്കി. ദെൻ സ്ത്രീജനത്തെയും 1000-ഓളം അയാൾ കൈക്കലാക്കി. ഇങ്ങനെ സ്വാഭാവികമായും മനുഷ്യന് ഭൂമിയിൽ സുഖിക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അവകളെല്ലാം അയാള് സ്വായത്തമാക്കി. പ്രാർത്ഥിക്കേണ്ട ആവശ്യമായിട്ടില്ല, കാരണം എല്ലാം അയാൾക്ക് കയ്യെത്തുന്ന ദൂരത്തിലായിരുന്നു. അതെല്ലാം കൈക്കലാക്കിയിട്ട് അയാൾ പറയുക, എല്ലാം മായ, ഇതെല്ലാം വ്യർത്ഥമാണ്. വളരെ ശ്രദ്ധിക്കുക, ഇപ്പറഞ്ഞ സന്തോഷങ്ങളൊന്നും പ്രാർത്ഥിക്കാതെ സ്വായത്തമാക്കുവാനുള്ള പൊസിഷൻ അയാൾക്ക് കിട്ടിയത് കൊണ്ട് അയാളെല്ലാം കൈക്കലാക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ട് അവസാനം അയാൾ പറയുകയാണ്, എല്ലാറ്റിന്റെയും സാരം കേട്ടുകൊള്ളുക, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. നിർഭാഗ്യവശാൽ ഈ മനുഷ്യന് അത് ലഭിക്കാതെ പോയി. വിശുദ്ധന്മാരുടെ ലിസ്റ്റ് വരുമ്പോൾ ഈ മനുഷ്യന്റെ പേര് അതിൽ കാണുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചതിന്റെ സാരം, ശലോമോൻ ഇവറ്റകളൊക്കെ സ്വായത്തമാക്കാൻ പ്രാർത്ഥനയുടെ ആവശ്യമില്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ചാലേ ലഭ്യമാകും. അയാൾക്ക് ഇവകൾ കൈക്കലാക്കാൻ വിരൽത്തുമ്പിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഇവകൾ ദൂരെയായതുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സപ്പോർട്ടിൽ വേണം കൈക്കലാക്കാൻ. അപ്പൊ ദൈവം ഇവകൾ നമുക്ക് തരാൻ തയ്യാറാവില്ല. തയ്യാറാവാതെ വരിക എന്നുള്ളിടത്താണ് നമ്മുടെ പ്രശ്നം നിലനിൽക്കുന്നത്.
ദൈവത്തോട് പിണങ്ങാൻ സാധ്യതയുണ്ട്, ദൈവത്തിൽ നിന്ന് ദൂരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കൈക്കലാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമുക്കിത് കൈക്കലാക്കി തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് കാരണം നമ്മുടെ ലക്ഷ്യമാണ്, നമ്മുടെ സെൽഫിഷ് ഡിസയറാണ്, നമ്മുടെ ഈവിൾ തോട്ട്സ് ആണ്. അവകളാണ് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൈക്കലാക്കിയ ശലോമോൻ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാം മായയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ പലതും ദൈവം കേൾക്കാതിരുന്നത് വാസ്തവത്തിൽ ഭാഗ്യമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇവകൾ കേൾക്കാതിരുന്നത്, ഇവകൾ കേട്ട മട്ടുപോലും കാണിക്കാതിരുന്നത്. പല വിഷയങ്ങളും നമുക്ക് ചോദിച്ചതുപോലെ തന്നിരുന്നുവെങ്കിൽ നമ്മളൊക്കെ അപകടത്തിൽ പെട്ടുപോകുമായിരുന്നു. മഹാദൈവം തന്റെ കരുണയാൽ അവകൾ മാറ്റിവെച്ചു നമ്മളെ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ്. ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിനോട് ജനം ചോദിക്കുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കർത്താവിന് ഫോർമാറ്റ് കൊടുക്കുകയാണ്. ഇന്നിപ്പോ CSI-കാരൊക്കെ ആ ഫോർമാറ്റ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ഒടുവിലത്തെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾക്ക് കണ്ടെത്തും. അവിടെ പറയുന്നു പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ആവശ്യത്തിന് തരാം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ യാചിപ്പിൻ എന്നുള്ളതും അന്വേഷിപ്പിൻ എന്നുള്ളതും മുട്ടുവിൻ എന്നുള്ളതും ഒക്കെ ഭൗതിക വിഷയങ്ങളുടെ വിഷയത്തിൽ വിട്ടുകളയാതെ പ്രാർത്ഥിക്കണം എന്നാണ് നമ്മൾ ആൾക്കാരെ പ്രബോധിപ്പിക്കാറുള്ളത്. വളരെ തെറ്റാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ആവശ്യത്തിന് തരും, നിങ്ങൾ യാചിച്ചു കൊള്ളുവീൻ എന്നാണ് ഇവിടെ കർത്താവ് ഓർപ്പിക്കുന്നത്. അപ്പോൾ ലോർഡ് ടീച്ചേഴ്സ് ടു പ്രേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന ചോദ്യത്തിന് മറുപടി വരുന്നത്, നിങ്ങൾ ചോദിച്ചോളൂ, ആവശ്യത്തിന് ചോദിച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യത്തിന് തരാം. എന്തോന്ന്? പരിശുദ്ധാത്മാവിനെ. ആഹാരം അന്നെന്നുള്ളത് മാത്രം ചോദിക്കാൻ ഒരു അനുവാദം അവിടെ തന്നിട്ടുണ്ട്. വാസ്തവത്തിൽ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നത് അതുപോലും ചോദിക്കേണ്ട കാര്യമില്ല, ജാതികളാണത് ചോദിക്കുന്നത്. എന്ത് തിന്നും എന്തുടുക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട, തിന്നുവാനും കുടിക്കുവാനും ഉടുക്കുവാനും ഉള്ളത് നിങ്ങൾക്ക് വേണമെന്ന് ഫാദർ നോസ്, പിതാവിനറിയാം. അവകൾ ജാതികൾ അന്വേഷിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ അവകൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി അടിവരയിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. ഇനി യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുമ്പോൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇത്ര മനോഹരമാണ്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചിട്ട് എന്തു വേണോ ചോദിച്ചോളാൻ, അത് നിങ്ങൾക്ക് കിട്ടും. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിലും ദൈവത്തിന്റെ വചനം നമ്മളിലും വസിക്കുന്ന ഒരു അവസരത്തിൽ ഒരിക്കലും നമ്മൾ ഈ ലൗകികമായതൊന്നും ചോദിക്കില്ല. ലൗകികമായവകളിൽ നമുക്ക് ചോദിക്കാൻ അനുവാദം തന്നിട്ടുള്ളത് അന്നുള്ള ആഹാരം മാത്രമാണ്. അന്നേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്നത് ചോദിക്കാൻ അനുവാദം തരുമ്പോഴും ക്രിസ്തു പറയുക, അത് ജാതികളാണ് ചോദിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പിതാവിന്റെ മക്കളാണെന്ന ബന്ധം, ദൈവത്തിന്റെ മക്കളാണെന്ന ബന്ധം, ദൈവമക്കളാകുന്ന പൊസിഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പിതാവിനറിയാം നിങ്ങൾക്കിത് വേണമെന്ന്. കണ്ടോ? അപ്പോൾ നമ്മൾ ആ പൊസിഷൻ സൂക്ഷിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചിട്ട് എന്ത് വേണോ ചോദിച്ചോളാൻ. വാസ്തവത്തിൽ അത്തരത്തിൽ നമ്മൾ വസിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും ചോദിക്കേണ്ടത് തന്നെയില്ല. നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ നമുക്ക് നൽകുവാൻ ശക്തൻ തന്നെയാണ് ഈ ദൈവം. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ വാസ്തവത്തിൽ നമുക്ക് ആവശ്യമുള്ളവകളല്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവവുമായിട്ടും വചനവുമായിട്ടും ബന്ധമില്ലാത്തവകളാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നതാണ്, ഭൗതികമായവകളാണ്. അത്തരം പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കാതെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് നമ്മളോട് സഹതാപവും വിഷമവും തോന്നിയിട്ട് ചെകുത്താൻ നമ്മുടെ ആവശ്യം നടത്തി തരും. കാരണം ആ ആവശ്യം നടത്തി തന്നാൽ നമ്മളെ നിത്യതയിൽ നിന്ന് ഒഴിവാക്കാൻ, സ്വർഗരാജ്യത്തിൽ നിന്ന് നമ്മളെ പാറ്റിക്കളയാൻ കഴിയുമെങ്കിൽ അത് എത്രയോ നല്ലത്. അപ്പോൾ അത് തരാൻ പിശാച് തയ്യാറാകും. നിങ്ങൾക്കറിയാം, യേശുവിനോട് പിശാച് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഒന്ന് വീണ് നമസ്കരിക്ക്, കാണുന്നത് മുഴുവൻ നിനക്ക് തരാം, അതിന്റെ മഹത്വവും നിനക്ക് തരാം. കണ്ടോ? ഒന്ന് വീണ് നമസ്കരിക്കുക, ജസ്റ്റ് ബോ ഡൗൺ ആൻഡ് വർഷിപ്പ് മീ, ഞാൻ എല്ലാം നിനക്ക് തന്നേക്കാം. കർത്താവ് പിശാചിനെ ഓടിക്കുകയാണ്. നമ്മൾ വാസ്തവത്തിൽ എത്ര ലൗകികരായാലും കാണുന്നതെല്ലാം വേണമെന്ന് പറയില്ല, മുഴുവൻ രാജ്യങ്ങളും അതിന്റെ മഹത്വം വേണമെന്ന് പറയില്ല. നിങ്ങളൊന്നറിയണം, മുഴുവൻ രാജ്യം ചോദിച്ചാലും അതിനൊരു തണ്ണിമത്തൻ പോലെ നമ്മുടെ കയ്യിലേക്ക് തരാൻ ചെകുത്താന് കഴിയും. നമ്മുടെ നിത്യത അതിനേക്കാൾ വിലയുള്ളതാണെന്ന്
പിശാചിനറിയാം. അതുകൊണ്ട് ചിലവകൾ നമുക്ക് തന്നാൽ നമ്മെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ചെകുത്താൻ അത് തരും. ബുദ്ധി തന്നാൽ വഴിപിഴപ്പിക്കാനാകുമെങ്കിൽ അത് തരും. സൗന്ദര്യം തന്നാൽ വഴിപിഴപ്പിക്കാനാകുമെങ്കിൽ അത് തരും. ഉദ്യോഗം തന്നാൽ വഴിപിഴപ്പിക്കാനാകുമെങ്കിൽ അത് തരും. പിശാച് തരുന്ന എല്ലാ ഭൗതിക അതിപ്രസരങ്ങളുടെയും പുറകിലെ ചേതോവികാരം നമ്മെ വഴിതെറ്റിക്കുക, നരകത്തിലെത്തിക്കുക എന്ന് മാത്രമാണ്. കർത്താവ് നമുക്ക് എന്തു തന്നാലും അതിന്റെ പുറകിലെ ഉദ്ദേശം നമ്മെ നിത്യതയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവന്റെ വസ്ത്രത്തിൽ കറപുരളാതെ നമ്മെ ശുദ്ധീകരിച്ചെടുത്ത് നിത്യതയിൽ കൊണ്ടെത്തിക്കുക എന്ന കർത്താവിന്റെ പരമമായ ദൗത്യത്തിന് ചേരുന്ന വിധത്തിന് നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്ക് ക്രിസ്തുവിലാകാം. ക്രിസ്തുവിന്റെ വചനം നമ്മളിലാകട്ടെ. പിന്നൊന്നും ആവശ്യപ്പെടേണ്ടി വരില്ല. നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ നൽകി നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ മാറിലേക്ക് നമുക്ക് ചാരാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭ്യമാകാതിരിക്കുന്നുവെങ്കിൽ അതിന്റെ വചനപ്രകാരം ഒന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. നാം ചോദിച്ചത് പലതും ലഭ്യമാകാതിരുന്നത് നന്നായി പോയി എന്ന് തിരിച്ചറിയുക. കർത്താവിൽ ആനന്ദിക്കുക. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കുക. കർത്താവ് നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കട്ടെ. എല്ലാവർക്കും നന്ദി.